അറബിക്കടലിൽ കുടുങ്ങിയ ഇന്ത്യൻ കപ്പലിന് പാകിസ്ഥാൻ നാവികസേനയുടെ സഹായം. അറബിക്കടലിൽ സാങ്കേതിക തകരാർ സംഭവിച്ച് കുടുങ്ങിപ്പോയ ഇന്ത്യൻ ചരക്കു കപ്പലിന് പാക് നാവികസേന സഹായം എത്തിച്ചു. കടലിൽ വെച്ച് എഞ്ചിൻ നിലച്ച MV ഗൗതം എന്ന കപ്പലിനാണ് പാക് നാവികസേനയുടെ നിരീക്ഷണ കപ്പൽ രക്ഷയ്ക്കെത്തിയത്. ഗുജറാത്തിലെ പോർബന്തറിൽ നിന്നും മസ്കറ്റിലേക്ക് പോവുകയായിരുന്നു കപ്പൽ. എഞ്ചിൻ പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് കപ്പൽ കടലിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഒഴുകി. ഇതിന് പിന്നാലെ കപ്പലിൽ നിന്നും അടിയന്തര സഹായ അഭ്യർത്ഥന പുറപ്പെടുവിക്കുകയായിരുന്നു. 6 ഇന്ത്യക്കാരും ഒരു ഇന്തോനേഷ്യക്കാരനുമാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. സഹായ അഭ്യർത്ഥന ആദ്യം മുംബൈയിലെ മെരിടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെന്ററിലാണ് എത്തിയത്. ഇവിടെ നിന്നാണ് പാകിസ്ഥാനിലേക്ക് സഹായ അഭ്യർത്ഥന പോയത്. ഈ സമയത്ത് കടലിൽ നിരീക്ഷണം നടത്തുകയായിരുന്നു പാകിസ്ഥാൻ നാവികസേനയുടെ കപ്പൽ. സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ നാവിക ഉദ്യോഗസ്ഥർ കപ്പലിലെത്തി. ഇവർ കപ്പലിലെ ജീവനക്കാർക്ക് ആവശ്യമായ കുടിവെള്ളം, ഭക്ഷണം, മരുന്നുകളും കൈമാറി. കടലിലെ അപകട സാഹചര്യങ്ങളിൽ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പാകിസ്ഥാൻ സഹായം നൽകിയത്. ഇന്ത്യയുമായുള്ള വൈരുദ്ധ്യത്തിനിടയിലും ഇന്ത്യൻ കപ്പലിന് സഹായം എത്തിച്ച പാകിസ്ഥാൻ നാവികസേനയുടെ നടപടി വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട്. കഴിഞ്ഞ മാസവും അറബിക്കടലിലെ അടിയന്തര സഹായ അഭ്യർത്ഥന കേട്ടെത്തിയ പാക് നാവികസേന 18 വിദേശ കപ്പൽ ജീവനക്കാരെ രക്ഷിച്ചിരുന്നു. അതേസമയം ഇറാൻ യുദ്ധത്തെ തുടർന്നുണ്ടായ ആഗോള ഊർജ്ജ പ്രതിസന്ധി ഏഷ്യൻ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരാണ് ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങൾ. യുദ്ധം മൂലമുണ്ടായ വിലക്കയറ്റത്തിൽ നിന്നും ഇന്ധനക്ഷാമത്തിൽ നിന്നും തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കാൻ ബദൽ മാർഗങ്ങൾ തേടുകയാണ് എല്ലാവരും. ഊർജ്ജ പ്രതിസന്ധിയെ തുടർന്ന് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് മേഖലയിലെ രാജ്യങ്ങളുടെ 2026 വളർച്ചാ നിരക്ക് 5.1% നിന്നും 4.7% കുറച്ചു. പണപ്പെരുപ്പം 5.2% ഉയരുമെന്നും ബാങ്ക് മുന്നറിയിപ്പ് നൽകുന്നു. ലോകത്തെ എണ്ണവാതക വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ വീണ്ടും ആക്രമണം തുടങ്ങിയത് കനത്ത തിരിച്ചടിയാണ്. കടലിടുക്ക് യുദ്ധത്തിലെ തുടക്കത്തിൽ ഇറാൻ ഭാഗികമായി അടച്ച ഘട്ടത്തിൽ തന്നെ ഏഷ്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ 30% കുറവുണ്ടായിരുന്നു. 2015 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിലയിലാണ് ഏഷ്യൻ രാജ്യങ്ങൾ ഇപ്പോഴത്തെ എണ്ണ ഇറക്കുമതി ഉള്ളത്. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളായ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നിവയാണ് പ്രതിസന്ധി ഏറ്റവും ബാധിക്കപ്പെട്ട രാജ്യങ്ങൾ. എണ്ണയ്ക്കായി ഖത്തറിനെ അധികമായി ആശ്രയിച്ചിരുന്ന പാകിസ്ഥാന് ഇപ്പോൾ പകരം സംവിധാനത്തിനായി അധികം പണം ചിലവഴിക്കേണ്ട സ്ഥിതിയിലാണ്. ഇന്തോനേഷ്യ റഷ്യയിൽ നിന്നും 180 ദശലക്ഷം ബാരൽ എണ്ണ വാങ്ങാൻ പദ്ധതിയിടുന്നുണ്ട്. അമേരിക്കയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചാണ് ജപ്പാൻ പ്രതിസന്ധി മറികടക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഷിപ്പിംഗ് ചെലവ് വർദ്ധിപ്പിക്കുന്നത് തിരിച്ചടിയാകുന്നുണ്ട്. ഇന്ത്യയും റഷ്യയെ ആശ്രയിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ്. യുദ്ധം തുടങ്ങിയ ഫെബ്രുവരി മുതൽ ഫിലിപ്പൈൻ പെസോ 5%, തായ് ബട്ട്, ഇന്ത്യൻ രൂപ എന്നിവ 3%-ലധികവും മൂല്യത്തകർച്ച നേരിടുന്നുണ്ട്. യുദ്ധം നീളുന്നത് മേഖലയുടെ സാമ്പത്തിക ഭദ്രതയെ തകിടം മറിക്കുമെന്ന ആശങ്കയിലാണ് വിദഗ്ധർ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.